സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ ECGയെ കുറിച്ചായിരിക്കും ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ECGനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആൻജിന MI എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ മെഡിസിനിലെ ECG ലെക്ചേഴ്സിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ECGയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ECG എന്ന് പറയുന്നതും EKG എന്ന് പറയുന്നതും ഈക്വലാണ്, ബട്ട് നോട്ട് ഈക്വൽ ടു എക്കോ. നമ്മൾ ക്വസ്റ്റ്യനൊക്കെ വായിക്കുന്ന സമയത്ത് ഇത് കെയർഫുള്ളി റീഡ് ചെയ്യണം. എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എക്കോ സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ കാർഡിയോഗ്രാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി അൾട്രാസൗണ്ട് ഓഫ് ഹാർട്ടിന് പറയുന്ന പേരാണ് എക്കോ എന്ന് പറയുന്നത്. ബട്ട് ECG അല്ലെങ്കിൽ ECG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോ ആണ്, മറ്റേത് എക്കോ ആണ്. ഇലക്ട്രോ കാർഡിയോഗ്രാമും അതുപോലെ തന്നെ ഇലക്ട്രോ കൈനറ്റോഗ്രാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേമുകളും ഈക്വലാണ് ബേസിക്കലി. നമ്മൾ യൂഷ്വലി ഇന്ത്യനിൽ ECG ആണ് യൂസ് ചെയ്യുന്നത്, UK യൂസ് ചെയ്യുന്ന ടേം EKG ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന സമയത്ത് ഇതിൽ നമുക്ക് 3 ടേമുകളുണ്ട്: ഗ്രാം, അതുപോലെ തന്നെ ഇലക്ട്രോ കാർഡിയോഗ്രാം, അതേപോലെ തന്നെ ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, അതുപോലെ തന്നെ ഇലക്ട്രോ കാർഡിയോഗ്രഫി. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 3 ടേമുകൾ വരുന്നുണ്ട്. അപ്പോൾ ECG എടുക്കുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ റിസൾട്ടിന് പറയുന്ന, ആ പേപ്പർ ഷീറ്റിന് പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, ആ മെഷീന് പറയുന്ന പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? ഇലക്ട്രോ കാർഡിയോഗ്രഫി. അപ്പോൾ പ്രോസസ് ഈസ് നോൺ ആസ് ഗ്രഫി, ഗ്രാഫ് ഈസ് ദ മെഷീൻ, ഗ്രാം ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഗ്രാഫ് എന്നൊക്കെ പറയാം. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനാണെന്ത്? ഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ടേം എന്താണ് നമ്മൾ കെയർഫുള്ളി മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് ECGയുടെ ഏറ്റവും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾ ടു കോംപ്ലക്സ് നമ്മളുടെ ക്ലാസ് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് പറയാനുള്ളത് ECG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ECG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ECG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. ഓക്കെ, അപ്പോൾ ഹാർട്ടിന് ഞാൻ ഈ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECG is the electrical representation of electrical activity of the heart. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ പാർട്ടിൽ അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ECG എന്ന് പറയുന്ന പ്രോസസ്സ് ഇൻവെൻറ്റ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേര് എന്ന് പറയുന്നത് വില്യം ഐന്തോവൻ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐന്തോവൻസ് ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫിസിയോളജിയിൽ പണ്ട് പഠിച്ചിട്ടുള്ള ആ പോയിൻ്റൊക്കെ ഓർത്തു വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ സയൻറ്റിസ്റ്റിൻ്റെ പേരിൻ്റെ കൂടെ അതുപോലെ തന്നെ നമ്മൾ ഇനി സ്റ്റാൻഡേർഡ് ECG പേപ്പറിൽ നമുക്ക് യൂഷ്വലി 12 ലീഡ്സ് ആണ് കാണാൻ പറ്റുക. 12 ലീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലീഡ് എന്നുള്ളതും അതിൻ്റെ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ECG നമുക്ക് അറിയാൻ പറ്റും, ഒരു ഗ്രാഫിൻ്റെ, നമ്മൾ പണ്ട് ഫിസിക്സ് ലാബിലൊക്കെ യൂസ് ചെയ്തിരുന്ന ഗ്രാഫ് പേപ്പറിൻ്റെ ഒരു വേരിയൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ECG എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ECGയുടെ സ്ക്വയേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഞാനിവിടെ ഒരു ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള സ്ക്വയറിൻ്റെ ഡയഗ്രാം വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ പാർട്ടിനെ ഞാൻ പറയാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് ഇങ്ങനത്തെ മൈന്യൂട്ട് സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ സ്ക്വയറിന് ഞാൻ സ്മോൾ സ്ക്വയർ അല്ലെങ്കിൽ SS എന്നായിരിക്കും പറയുക. ഇങ്ങനത്തെ ലാർജ് സ്ക്വയറുകൾ, അതായത് 5x5 ലെങ്ത്തിലുള്ള ലാർജ് സ്ക്വയറുകളുടെയും കോമ്പിനേഷനാണ് എന്ത് പറയുന്നത്? ECG പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ECG പേപ്പറിൽ നമുക്കറിയാം ഒരു ഗ്രാഫ് പോലെയാണ് ഇത് വരുന്നത്. അപ്പോൾ X ആക്സിസിൽ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, Y ആക്സിസിൽ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പറയാം. അപ്പോൾ X ആക്സിസിൽ നമുക്കറിയാം നമ്മൾ ടൈമാണ് യൂഷ്വലി പ്ലോട്ട് ചെയ്യാറുള്ളത്. Y ആക്സിസിൽ മില്ലി വോൾട്ട്, അതായത് നമുക്കറിയാം വോൾട്ടേജിൻ്റെ യൂണിറ്റാണ് വോൾട്ട് അല്ലേ, അപ്പോൾ മില്ലി വോൾട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു X ആക്സിസിലെ ഒരു സ്മോൾ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടൈമിന് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് മില്ലി സെക്കൻഡാണ്. എന്തെന്ന് പറയുന്നത്
എക്സ് ആക്സിസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്മോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എക്സ് ആക്സിസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, എത്ര മില്ലി സെക്കൻഡ് ആയിരിക്കും എന്ന് നമുക്ക് ഫസ്റ്റ് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഒരു സ്മോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഇ സി ജിയിൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ 40 മില്ലി സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ ഇ സി ജിയിൽ എന്താണ് പറഞ്ഞത്, ടൈമിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലാണ് വരുന്നത്. അപ്പോൾ അതിൽ ഒരു സ്മോൾ സ്ക്വയർ എന്ന് പറയുന്നത് 40 മില്ലി സെക്കൻഡാണ്. അപ്പോൾ ഇത് എന്തിനാണ് ഇതിൻ്റെ റെലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഇ സി ജി കാണുന്ന സമയത്ത് യൂഷ്വലി ഒരു പി അല്ലെങ്കിൽ ക്യു ആർ എസ് ദെൻ ടി പിന്നെ യു വേവ് ഈ രീതിയിൽ വരുന്ന വേവ്സിൻ്റെ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി പി വേവ് എന്ന് പറയുന്നത് ഒരു സ്മോൾ സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒതുങ്ങേണ്ട ആളാണ്. ഓക്കെ, അങ്ങനെ ആ രീതിയിലൊക്കെയാണ് നമ്മൾ ക്ലാസ് പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്മോൾ സ്ക്വയർ എന്ന് പറയുന്നത് അർത്ഥം എന്താണ്, 40 മില്ലി സെക്കൻഡ് ആയിരിക്കണം എന്ത് പി വേവിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, സ്റ്റാൻഡേർഡ് ഇ സി ജിയിൽ ഒരു സ്മോൾ സ്ക്വയർ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ എക്സ് ആക്സിസ് ആസ് 40 മില്ലി സെക്കൻഡ്. അതുപോലെ തന്നെ നമ്മൾ വൈ ആക്സിസിൽ നമ്മൾ പറഞ്ഞു എന്താണ്, വോൾട്ടാണ് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ മില്ലി വോൾട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂഷ്വലി നമുക്കറിയാം വൈ ആക്സിസിൽ നമ്മൾ മില്ലി വോൾട്ട് ആണ് മെഷർ ചെയ്യുക. ഓക്കെ, അപ്പോൾ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1 മില്ലി വോൾട്ടിന് ഈക്വലാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വൈ ആക്സിസിൽ ഒരു സ്മോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ പറയാം. നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള ഈ മുകളിലേക്ക് എത്ര റൈസ് ചെയ്തു എന്നുള്ളതിനുള്ള ആംപ്ലിറ്റ്യൂഡ് എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. അപ്പോൾ ഇത് 1 മില്ലി വോൾട്ടാണ് എന്ത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, എക്സ് ആക്സിസിൽ ഒരു സ്മോൾ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടൈമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ 40 മില്ലി സെക്കൻഡ് 40, അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 മില്ലി വോൾട്ടാണ് ഒരു സ്മോൾ സ്ക്വയർ. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു സ്മോൾ സ്ക്വയറിൻ്റെ ഉള്ളിൽ നമുക്ക്, അപ്പോൾ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യൂഷ്വലി നമുക്കൊരു പി വേവ് ഓഫ് ദി പേഷ്യൻറ്റ് നെയിംഡ് എക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്മോൾ സ്ക്വയറിൽ ഒതുങ്ങി എന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ പി വേവിൻ്റെ ഡ്യൂറേഷൻ 40 മില്ലി സെക്കൻഡ് ആണ് എന്നുള്ളതും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയായിരുന്നു ഈ പേഷ്യൻറ്റിൽ 1 മില്ലി വോൾട്ട് ആണ് എന്നുള്ളതും എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് ഈ സ്മോൾ സ്ക്വയർ ലാർജ് സ്ക്വയറിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയേണ്ട മറ്റൊരു കാര്യമാണ് ഇ സി ജി പേപ്പറിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ സ്പീഡ് എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് എന്താണ്, യൂഷ്വലി സ്റ്റാൻഡേർഡ് ആണ് വേൾഡ് വൈഡ്. അപ്പോൾ 25 മില്ലിമീറ്റർ പെർ സെക്കൻഡാണ് എന്ത് ചെയ്യുന്നത് യൂഷ്വലി ഗ്രാഫിക്കൽ ഈ റെക്കോർഡിങ്ങിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എത്രയാണ്, 25 മില്ലിമീറ്റർ പെർ സെക്കൻഡാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ സി ജിയിലെ ലീഡ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്നുള്ള നമുക്ക് വാർഡിലെ ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയാൽ കാണാൻ കഴിയുന്ന ഇ സി ജി ആണെന്ത്
ഈ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് 12 ലീഡുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ECG എന്ത് ചെയ്യുക, യൂഷ്വലി മെഷർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 12 ലീഡുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ലൊക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ബൈപോളാർ ലീഡുകൾ അല്ലെങ്കിൽ 2 ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യേണ്ട ലീഡുകളാണ് നമ്മൾ ബൈപോളാർ ലീഡുകൾ എന്ന് പറയുക. അതുപോലെ തന്നെ ഒരു ഇലക്ട്രോഡ് 0 ആണ് എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ യൂണിപോളാർ ലീഡുകൾ എന്ന് പറയുക. ഓക്കെ, ബൈപോളാർ ലീഡുകൾ യൂഷ്വലി 3 ആണ് വരാറ്. അപ്പോൾ ബൈപോളാർ ലീഡുകൾ 3 വരാറുള്ളത്. ലീഡ് 1ഉം ലീഡ് 2ഉം ലീഡ് 3ഉം ഈ 3 ലീഡുകളാണ് എന്ത് പറയുന്നത്, ബൈപോളാർ ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 2 ഇലക്ട്രോഡ്സും എന്താണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബൈപോളാർ ലീഡ്. അപ്പോൾ നമ്മൾ ഒരു ലീഡിൻ്റെ ECGയിലെ ഏരിയ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ 12 സ്ക്വയറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്റ്റാങ്കിളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 12 ലീഡുകളും എന്താണ്, 12 റെക്റ്റാങ്കിളുകളും 12 ലീഡിന് കറസ്പോണ്ടിങ് ആണ്. ഓക്കെ, അപ്പോൾ ലീഡ് 1ന്റെ റീഡിംഗ് എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിൽ കാണിച്ചത് വരാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ AVR എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ നിന്ന് മുതൽ എന്താണ് അടുത്ത ലീഡ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് തൊട്ട് ഈ ഭാഗം വരെയാണ് AVLന്റെ റീഡിങ്. അതുപോലെ തന്നെ V1ന്റെ റീഡിങ് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് വരുന്നത്. ഓക്കെ, V2ന്റെ റീഡിങ് ഈ റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ ഈ റെക്റ്റാങ്കിൾസ് ആയിട്ട് ഞാനിവിടെ വരച്ചിട്ടുള്ളതാണ് എന്താണ് ഓരോ ലീഡിൻ്റെയും ഗ്രാഫിക്കൽ അല്ലെങ്കിൽ എന്താണ് ഏരിയ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ബൈപോളാർ ലീഡിലേക്ക് തന്നെ തിരിച്ചു വരാം. ബൈപോളാർ ലീഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡ് 1, 2, 3 എന്നുള്ള 3 ലീഡുകളാണ്. അപ്പോൾ ഐൻഡോവൻസ് ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് വരാം. അതുപോലെ തന്നെ യൂണിപോളാർ ലീഡുകൾ 2 വിധത്തിലുണ്ട്. യൂണിപോളാർ ലിംബ് ലീഡുകളുമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചെസ്റ്റ് ലീഡുകളുമുണ്ട്. ഓക്കെ, അപ്പോൾ ചെസ്റ്റ് ലീഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും V1 to V6. ഓക്കെ, V1 മുതൽ V6 വരെ ഉള്ള 6 ലീഡുകളാണ് എന്ത് ലീഡുകൾ, അതായത് പിന്നെ നമുക്ക് യൂണിപോളാർ ആയിട്ടുള്ള ചെസ്റ്റ് ലീഡ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ലിംബ് ലീഡുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 3 ലീഡുകൾ, അതായത് AVR, AVL, AVF ഈ 3 ലീഡുകളാണ് എന്ത് യൂണിപോളാർ ലിംബ് ലീഡുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഓരോന്നിൻ്റെ ലൊക്കേഷനുകളാണ്. ഇപ്പം നമ്മളെന്താണ് യൂണിപോളാർ ലീഡുകൾ 3 അതിൽ മൊത്തം 9, ഇത് 3. ഓക്കെ, അപ്പോൾ 9ഉം 3ഉം മൊത്തം 12 ലീഡുകളായി. ഇനി ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ബൈപോളാർ ലീഡിന് എന്താണ് 2 ഇലക്ട്രോഡുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ പിന്നെ 2ഉം non-zero ഇലക്ട്രോഡ്സ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബൈപോളാർ ലിംബ് ലീഡുകളുടെ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് വരുന്നത്, ഒന്ന് ലെഫ്റ്റ്, പിന്നെ ലീഡ് 1 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും 3 പോയിന്റുകളാണ് നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഐൻഡോവൻസ് ട്രയാങ്കിൾ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഫിസിയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് ലെഫ്റ്റ് ഷോൾഡറിലൊന്നും റൈറ്റ് ഷോൾഡറിലൊന്നും അതുപോലെ തന്നെ ലെഫ്റ്റ് ഷോൾഡറിലൊന്നും അതുപോലെ തന്നെ ലെഫ്റ്റ് മിഡ് ഇൻഗ്വേനൽ പോയിന്റിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ ബൈപോളാർ ഇലക്ട്രോഡ്സിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, യൂണിപോളാർ ലീഡുകളുടെ പൊസിഷൻസ് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഐൻഡോവൻസ് ട്രയാങ്കിൾ എന്നുള്ള രീതിയിലൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ട് നമ്മൾ ലീഡ് 1, 2, 3 എന്നൊക്കെ അടയാളപ്പെടുത്തിയ ശേഷം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂഷ്വലി നമ്മൾ പിന്നെ ലീഡ് 2ലെ വാല്യൂ ഈസ് ഈക്വൽ ടു ലീഡ് 1 + 3 എന്ന് പറയുന്നതിന് നമ്മൾ ഐൻഡോവൻസ് ലോ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ ഫിസിയോളജിയിൽ. ഓക്കെ, അപ്പോൾ ഐൻഡോവൻസ് ലോ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചെസ്റ്റ് ലീഡുകൾ, അതുപോലെ ലിംബ് ലീഡുകളിൽ നമ്മൾ പറഞ്ഞ യൂണിപോളാർ ലിംബ് ലീഡുകൾക്ക് മറ്റൊരു പേരും കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓഗ്മെൻറ്റഡ് ലിംബ് ലീഡ്സ് എന്നും പറയാറുണ്ട്. അതുകൊണ്ടാണ് അവരെ നമ്മൾ AVL അല്ലെങ്കിൽ AVR, AVF ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂണിപോളാർ ചെസ്റ്റ് ലീഡുകളുടെ പൊസിഷനാണ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റേണം വരയ്ക്കുകയാണ്. സ്റ്റേണം അതിന് നമുക്കിവിടെ സെക്കൻഡ് ഇൻ്റർസ്കോസൽ സ്പേസിലാണ് എന്ത് വരുന്നത്,
ആ ജംഗ്ഷനിലാണ് ഇത് ഫ്യൂസ് ചെയ്യുന്നത്. പിന്നെ മനുബ്രിയം സ്റ്റേണി, അങ്ങനെ 3 പാർട്ടുണ്ട് സ്റ്റേണത്തിന്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് എന്താണ് മൊത്തം 6 ലീഡുകളാണ് നമ്മളുടെ കയ്യിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ V1 to V6ൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ V1 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, റൈറ്റ് സൈഡിൽ വരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എവിടെയാണ്, ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ 4th ഇന്റർകോസ്റ്റൽ സ്പേസിലാണ് എന്ത് വരുന്നത്, നമുക്ക് V1 പാരാസ്റ്റേണൽ ബോർഡർ എന്നൊക്കെ പറയാം. എന്ത്, സ്റ്റേണത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആര് വരുന്നത്, നമ്മളുടെ V1 വരുന്നത്. അത് ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ V2ൻ്റെ പൊസിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ V1ൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ലെഫ്റ്റ് സൈഡിലാണ് എന്ത് വരിക, V2 വരിക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സ്റ്റേണൽ ബോർഡറിൽ റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അത് V1 ആണ്. സ്റ്റേണൽ ബോർഡറിൽ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ എന്താണ്, അത് V2 ആണ്. ഇനി V3, V4, V5 അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ V3നെ അവിടെ വെയിറ്റ് ചെയ്ത ശേഷം V4, V5, V6ൻ്റെ പൊസിഷൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് 3ഉം വരുന്നത് നമുക്കറിയാം 5th ഇന്റർകോസ്റ്റൽ സ്പേസിലാണ് എന്ത് വരുന്നത്, ഇത് 3ഉം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3ൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ഇവിടെ ഒരു ക്ലാവിക്കിൾ എന്ന് പറയുന്ന ഒരു ബോൺ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ആക്സിലുണ്ട്. ആക്സിലൊക്കെ നമുക്കറിയാം ആൻറ്റീരിയർ ആക്സിലറി ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ മിഡ് ആക്സിലറി ലൈൻ ഉണ്ട്. ഈ രീതിയിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ 5th ഇന്റർകോസ്റ്റൽ സ്പേസിലാണ് എന്ത് ചെയ്യുന്നത്, 3 വരുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലെ 3 ലൈനുകൾ ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്യാണ്. വൺ ഈസ് മിഡ് ക്ലാവിക്കുലർ, അതർ വൺ ഈസ് ആൻറ്റീരിയർ ആക്സിലറി, അതർ വൺ ഈസ് മിഡ് ആക്സിലറി. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, നമുക്കറിയാം ആൻറ്റീരിയർ ആക്സിലറി ലൈനാണ് ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് മിഡ് ആക്സിലറി ലൈനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആൻറ്റീരിയർ ആക്സിലറി, ഇത് മിഡ് ആക്സിലറി, ഇത് മിഡ് ക്ലാവിക്കുലാർ ലൈൻ. ഓക്കെ, അപ്പോൾ ഈ 3 ലൈനുകളെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലീഡുകളുടെ പൊസിഷൻ പറയാറുള്ളത്. അപ്പോൾ മിഡ് ക്ലാവിക്കുലാറിലെ 5th ഇന്റർകോസ്റ്റൽ സ്പേസിൽ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് V4. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, V4 എന്ന് പറയുന്നത്. ഇനി 5th ഇന്റർകോസ്റ്റൽ സ്പേസിൽ നമുക്ക് ആൻറ്റീരിയർ ആക്സിലറി ലൈനിൽ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് V5. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, മിഡ് ആക്സിലറിയിൽ 5th ഇന്റർകോസ്റ്റൽ സ്പേസിൽ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് V6. അപ്പോൾ ഇനി പെൻഡിങ് ആയിട്ടുള്ള ആളാരാണ്, V3 ആണല്ലേ. അപ്പോൾ V3യുടെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി പറയാൻ പറ്റും എന്താണ്, ഇറ്റ് ഈസ് ദ മിഡ് പോയിന്റ് ബിറ്റ്വീൻ V2 ആൻഡ് V4. ഈ പൊസിഷനിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഇതിന് V3യെ പ്ലേസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ ലിംബുകളുടെ പൊസിഷൻ അല്ലെങ്കിൽ പ്ലേസിംഗ് എന്ന് ECGയുടെ എടുക്കുന്ന സമയത്ത് പറയാനുള്ളത്.